1993 എൻ്റെ SSLC കഴിഞ്ഞു. അതിനുശേഷം പ്രീ ഡിഗ്രിക്കായിട്ട് ശ്രീകൃഷ്ണ കോളേജിലായിരുന്നു. ശ്രീകൃഷ്ണ കോളേജിലെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ തീരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പനാണെങ്കിൽ കരിങ്കല്ല് പണിയാണ്, വീടുകളിലെ തറ പണിയിൽ, മതിൽ പണിയിൽ, അന്ന് കരിങ്കല്ലിൻ്റെ ബന്ധപ്പെട്ടുള്ള പണിയിലായിരുന്നു. മൂത്ത ചേട്ടനും ആ പണി തന്നെയായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൻ്റെ കൂടെ തുടർന്നൊരു 2-3 മാസം പണിക്ക് പോയി. എന്നിട്ട് പൈസ വയ്ക്കായിട്ടാണ് ITCയിൽ സെയിം മൈ ഫാദേഴ്സ് കുന്നംകുളത്ത് നടത്തുന്ന ITCയിൽ ഞാൻ പഠിക്കുന്നത്. സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ കോഴ്സ് ഞാൻ പഠിക്കുന്നു. അതിൽ നിന്നാണ് ഒരു ജോലിയുടെ മേഖലയ്ക്കൊക്കെ ഞാൻ കടക്കുന്നത്. തുടക്കത്തിൽ 1-2 എൻജിനീയേഴ്സിൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തു. തുടർന്ന് 2000-ത്തിലൊക്കെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ ചെയ്തിട്ടുള്ള ജെഫ് ആൻ്റണി എന്ന് പറയുന്ന ആർക്കിടെക്റ്റിൻ്റെ കീഴിൽ സൈറ്റ് എഞ്ചിനീയർ ആയിക്കോട്ടെ 1-2 സ്ഥലങ്ങളിലേക്ക് ഞാൻ അവിടെ അവർ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം എന്ന രീതിയിലേക്ക് ഞാൻ കടന്നു വന്നത്. ഗ്രേസ് ആർക്ക് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ ആരംഭിക്കുന്നു. കൂടെ ഒരു 10-60ഓളം ജോലിക്കാരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ദൈവവിളിയെക്കുറിച്ചൊക്കെ ഞാൻ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ദൈവവിളി എന്ന് പറയുന്നതൊരു സമർപ്പണ ജീവിതമാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഏത് രീതിയിലാണെന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ലെങ്കിലും എന്തായാലും ഒരു വിവാഹാന്തസ്ഥയിലേക്കല്ല എന്നുള്ളൊരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് അവതരിപ്പിക്കണം എന്നുള്ളൊരു വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അതായത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വർക്കിലൊക്കെ ഒന്നുകൂടി പുരോഗതിയിലേക്കൊക്കെ കടന്നു വരുന്നൊരു സമയം, അവരുടെ ഒത്തിരി സ്വപ്നൻ്റെയും അമ്മയുടെയൊക്കെ സ്വപ്നങ്ങളുണ്ട്. അതും ഒക്കെ ഇങ്ങനെ ഒരു തകർത്ത് കളയുന്ന രീതിയിലുള്ളൊരു തീരുമാനമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് അവതരിപ്പിക്കുന്നതൊക്കെ വലിയ ടെൻഷൻ വന്നപ്പോൾ എൻ്റെ ഒരു അമ്മായി ഉണ്ട്, അമ്മായി നിർമ്മദാസി കോൺക്രിയേഷനാണ്, സിസ്റ്റർ റോസ്ലിൻ തലക്കോട്ടൂർ. അദ്ദേഹം കെനിയയിൽ വർക്ക് ചെയ്യുന്നത്. കെനിയയിൽ നിന്ന് വെക്കേഷൻ വരുന്ന സമയത്താണ് ഞാൻ അമ്മയോട് പറയുന്നത്, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കിതൊന്ന് വീട്ടിൽ അവതരിപ്പിക്കണം എന്ന അമ്മായി വഴിയായിട്ടാണ് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചത്. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ജീസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന 2-3 പേരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്കൊരു തമ്പുരാൻ എന്നെ ഇതിന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സഭയിലേക്കാണെന്നുള്ളത് ഒന്ന് കൃത്യമാക്കി തരാൻ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്നെ ഉത്തരം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അവർ തമ്പുരാനോട് പ്രാർത്ഥിച്ച് ഒരു ഉത്തരം നൽകി. പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതൊരു കപ്പൂച്ചൻ ആശ്രമമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ആളവിടെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരും കപ്പൂച്ചൻ ആശ്രമം തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അതനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ കോൺഗ്രിഗേഷൻ പോലും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഞങ്ങൾ 2006-ലാണ് ഞങ്ങൾ സഭയിൽ പ്രവേശിക്കുന്നത്. ഞാനും ബിറ്റുവച്ചനും. അന്ന് ബിറ്റുവച്ചൻ ഇത്തിരി നേരം വൈകിട്ടാണ് വരുന്നത്. കാരണം കൺസ്ട്രക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അന്ന് പുള്ളി 28 വയസ്സ്, എനിക്ക് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 18 വയസ്സ് പ്രായത്തിന് വലിയ 10 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ബാച്ചുകാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നന്നായി കളിക്കുമായിരുന്നു. അത് വോളിബോളാണെങ്കിലും ബാസ്ക്കറ്റാണെങ്കിലും ഷട്ടിലൊക്കെ നന്നായി കളിക്കുമായിരുന്നു പുള്ളി. അത് കാരണം കൊണ്ടൊരു പ്രായത്തിൻ്റെ വ്യത്യാസങ്ങളൊന്നും പുള്ളിയുടെ ജീവിതത്തിൽ സഭയിലുണ്ടായിട്ടില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ശാന്തൻ നേച്ചറായിരുന്നു. ഞങ്ങളൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടും ഒക്കെ ഉണ്ടെങ്കിലും പുള്ളി അവിടെ വെച്ചൊന്നും ദേഷ്യപ്പെടില്ല. മെല്ലെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി ആ പക്വതയോടുകൂടി തിരുത്തലുകളൊക്കെ പലപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടാറുണ്ട്. സെമിനാരിക്കാൻ വരുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഒരു 10 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പഠനവുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള സഹോദരങ്ങളോടൊപ്പം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിരുന്നു. ചില കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ കാര്യങ്ങൾ എഴുതി പഠിക്കുന്നതായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ
ആ ഒരു കാര്യത്തിലൊക്കെ സഹായിച്ച എൻ്റെ സിസ്റ്റർ പെങ്ങൾ തന്നെയാണ് സിസ്റ്റർ ബ്ലെസ്സി. കുഞ്ഞേച്ചി എന്നെ കൊണ്ട് ഒട്ടും കൂടിയാൽ കൂടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കാൻ എന്തായിരിക്കണേ, ബൈബിള് വായിക്കുക, പഠിക്കുക. എപ്പോഴും പഠിക്കുന്നതിന് മുമ്പ് ബൈബിള് വായിക്കണം, പഠിത്തം കഴിയുമ്പോഴും ബൈബിള് വായിക്കണം. ഈ വിജയം നൽകുന്നത് കർത്താവല്ലേ. ആ അക്ഷരം പ്രതി ബിറ്റു അതനുസരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മോട്ടിവേഷനാണ് എൻ്റെ പഠനത്തിലൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുള്ളത്. അതൊരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, മുടങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ സെമിനാരി മുതൽ ഫിലോസഫി പഠിക്കുമ്പോഴും തിയോളജി പഠിക്കുമ്പോഴും ആ ഒരു വചനത്തിൽ വല്ലാതെ ആശ്രയിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഫിലോസഫി പാസ്സാവുന്നത്, ഡിഗ്രി യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ പാസ്സാവുന്നത് ഏകദേശം 88% മാർക്കോടെയൊക്കെ തന്നെയാണ്. തിയോളജി ഞാൻ പഠിച്ചിറങ്ങുന്നത് 82% മാർക്കോടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിൽ ഫോണൊക്കെ ആയി വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു 3 ഫോണെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോഴും സെമിനാരിലൊക്കെ ചേർന്ന് ഈ ഫോണിൻ്റെ ഒരു അഡിക്ഷൻ ചെറുതായിട്ടൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കുർബാനയിലൊക്കെ പങ്കൊള്ളുമ്പോൾ ഫോണൊക്കെ വന്ന രീതിയിൽ കൈ അറിയാതെ പാൻസിൻ്റെ പോക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു രീതിയൊക്കെ മാറാൻ തന്നെ ഒത്തിരി സമയം എടുത്തിട്ടുണ്ട്. ഒരു 6-7 മാസമെങ്കിലും ഇത്തരം അവസ്ഥകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. തിലേരി ലാറ്റിൻ ഹൗസാണ്. തിലേരിയിൽ ഫിലോസഫി പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി. അതിൽ പുള്ളി എല്ലാവരും ഒത്തിണക്കി ആളത് ചെയ്യിപ്പിക്കും. അതിൽ കമ്പി വളയ്ക്കേണ്ടവനാണെങ്കിൽ കമ്പി വളയ്ക്കേണ്ടവൻ അതിലുണ്ടാവും, സിമെൻറ്റ് തേക്കേണ്ടവനാണെങ്കിൽ സിമെൻറ്റ് തേക്കേണ്ടവൻ അതിലുണ്ടാവും. ആർട്ടിസ്റ്റ് ആയിട്ട് സാനു എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്, അപ്പോൾ അവനുണ്ടാവും. അപ്പോൾ ബാച്ചിലുള്ള കലാകാരന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അത് വെറുതെ ചെയ്യില്ലല്ല, എല്ലാ ഹൗസിലും ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട്. തിലേരിലൊരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. തർലകം ഞങ്ങളുടെ തിയോളഗേറ്റ് കോട്ടയത്തെ അവിടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും പല കാര്യങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 28-ാമത്തെ വയസ്സിൽ ഇത്രയേറെ ബാധ്യതകളുള്ളപ്പോൾ കർത്താവിൻ്റെ വിളിക്ക് ചെവി കൊടുത്ത ഒരു വ്യക്തിയാണ് ബിറ്റു അച്ഛൻ. എനിക്ക് ആ വീടുമായി അന്ന് മുതൽ ബന്ധമുണ്ട്. അച്ഛനെ സെമിനാരിയിലേക്ക് യാത്ര അയക്കാനായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴും തീർച്ചയായിട്ടും ആ മാതാപിതാക്കളുടെ ഹൃദയമൊക്കെ വലിയ വേദനയിലാണ്. അത് കഴിഞ്ഞ് ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചത് അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ഞാൻ ആ ഇടവകയിൽ വികാരിയായി ചെന്നു എന്നുള്ളതാണ്. ഞാൻ ദൈവവിളിയോട് ബന്ധപ്പെട്ട് എൻ്റെ ജോലി അവസാനിപ്പിക്കുമ്പം ഏകദേശം 2.5 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടാണ് എൻ്റെ ജോലി, എൻ്റെ സ്ഥാപനം ഞാൻ അടച്ചുപൂട്ടുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവവിളി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെയോ അല്ലെങ്കിൽ പ്രായത്തെയോ അല്ല. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവൻ ഇറങ്ങിപ്പോകും. ദൈവവിളി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീലിംഗ് ദാറ്റ് വൺ ഈസ് കോൾഡ്. എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ വിളിയുടെ ആ സ്വരം, അനുഭവം അത് ആ വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങണം. പ്രായം വിഷയമാക്കരുത്, സമ്പത്ത് വിഷയമാക്കരുത്. ബിറ്റു അച്ഛൻ്റെ ഒരു വലിയ ത്യാഗവും സമർപ്പണവും ഈ തീരുമാനത്തിലുണ്ട്. അതനുസരിച്ച് കർത്താവ് വളർത്തി വൈദികനാക്കി ഇന്ന് ആത്മീയ ശുശ്രൂഷയിൽ ഏറ്റവും അഭിമാനകരമായ രീതിയിൽ
ബിറ്റു അച്ഛൻ ശുശ്രൂഷ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ദൈവവിളി ഇന്ന് യുവജനങ്ങൾക്ക് ഒരു മാതൃകയാണ്.